ഭാരതം വളരെ ശ്രദ്ധാലുവായിട്ട് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ തന്നെ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ ചേരിചേരാ നയം ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നുള്ള നയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ചേരിയിലും ചേരാതിരിക്കുക, പ്രധാനമായും അമേരിക്കയുടെ ചേരിയിലോ റഷ്യയുടെ ചേരിയിലോ ചേരാതെ ശീതസമരത്തിൻ്റെ പങ്കാളിയാകാതെ നിൽക്കുകയും അതേസമയം പ്രതിസന്ധി വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കേണ്ട സാഹചര്യം വന്നാൽ അത് സഹായിക്കുകയും ചെയ്യും. ഇത് പണ്ട് മുതലും ഉണ്ടായിരുന്നതാണ്. കാരണം റഷ്യയുമായിട്ട് അന്നത്തെ സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു കരാറ് തന്നെ നമ്മൾ 72-ൽ ഉണ്ടായത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിലാകട്ടെ നമുക്ക് പ്രത്യേകിച്ച് ആഗോളീകരണത്തിന് ശേഷം അമേരിക്കയുമായിട്ട് നമ്മൾ പല കാര്യങ്ങൾക്ക് അടുത്തു വന്നു. എന്നാൽ എന്നും നമ്മൾ പിന്തുണച്ചിട്ടുള്ള റഷ്യയെ നമ്മൾ തഴഞ്ഞിട്ടുമില്ല. അപ്പോൾ റഷ്യ വിരുദ്ധ നയമെടുക്കാതെ അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസുമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു ബാലൻസിങ് ആക്റ്റാണ് നമ്മൾ ചെയ്തിരുന്നത്. ആ ബാലൻസിങ് ആക്ട് ഇനിയും തുടർന്നേ പറ്റൂ. കാരണം നമുക്ക് റഷ്യയുടെ സഹായം വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നാച്ചുറൽ ഗ്യാസ്, ഓയില്, അതോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്തുള്ള സഹായം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ റഷ്യ എന്നും ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വില കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ഓയിലും മറ്റും റഷ്യ തരുന്നത്. അപ്പോൾ റഷ്യയെ നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. റഷ്യ നമ്മുടെ ഒരു സഖ്യകക്ഷിയായി തന്നെ ഒരർത്ഥത്തിൽ സാങ്കേതിക തലത്തിലൊരു സഖ്യകക്ഷിയായി തന്നെ നിൽക്കാനുള്ള സാഹചര്യം ഇനിയുമുണ്ട്. മറുവശത്ത് അമേരിക്കയെ നമുക്ക് പിണക്കാൻ പറ്റില്ല. കാരണം ആഗോളീകരണ പശ്ചാത്തലത്തിന് പുറമേ ഇപ്പോൾ നമ്മുടെ പ്രവാസി ലോകം തന്നെ എത്രത്തോളം പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഇനിയും അത്തരം ബന്ധങ്ങളുണ്ട്. പിന്നെ സാമ്പത്തിക രംഗങ്ങളിൽ അമേരിക്കയ്ക്ക് എന്നും ഇന്ത്യ ഒരു മാർക്കറ്റാണ്. ഇന്ത്യയുടെ ഗുഡ്സ് അമേരിക്കയിലേക്ക് പോകുന്നത് പോലെ തന്നെ ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് കേപ്പബിലിറ്റി, ഇന്ത്യയുടെ എനർജി കേപ്പബിലിറ്റി, എക്കണോമിക് പ്രോഗ്രസ്, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് നമുക്ക് എല്ലാ രാജ്യങ്ങളെയും നമുക്ക് ഒരു ബാലൻസിങ് ആക്റ്റിൽ കൂടി സൗഖ്യമായ രീതിയിൽ കൊണ്ടുപോയാലേ പറ്റൂ. അതല്ലാതെ ഈ രണ്ട് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു ചേരിയിൽ നിന്നാൽ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേറ്റോയുടെ ഭാഗമാകുന്നില്ല, റഷ്യയുടെ ഭാഗമാകുന്നില്ല. എന്നാൽ ഈ രണ്ടുപേരുടെയും ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാലൻസിങ് ആക്റ്റാണ്. ഇതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ വല്ലാണ്ട് പറയാതെ നിൽക്കുന്നതും ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാത്തത്. ഇതോടൊപ്പം തന്നെ ഇസ്രായേൽ യുദ്ധത്തിൽ ഹമാസ് ആക്രമണകാരിയാണെന്നുള്ള ശക്തമായ നിലപാട് നമ്മൾ എടുക്കുകയും അതോടൊപ്പം ആ നിലപാടെടുക്കുന്നതോടൊപ്പം തന്നെ ഇസ്രായേൽ കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് നമ്മൾ ഇസ്രായേലിനെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചുരുക്കത്തിൽ ഇസ്രായേലുമായിട്ട് നമുക്ക് പല ബന്ധങ്ങളുണ്ട്. ഈ ബന്ധവും നമുക്ക് ആവശ്യമാണ്. ഇറാനുമായിട്ട് നമുക്ക് നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇറാനുമായിട്ട് എനർജി രംഗത്തും ഓയിൽ രംഗത്തും ന്യൂക്ലിയർ രംഗത്തുമൊക്കെ ചില ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് കളയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി ലോകം ശക്തിപ്പെട്ട് ഒരുപാട് ആൾക്കാർ ലോകത്തെമ്പാട് ജോലി ചെയ്യാൻ പോകുമ്പോൾ ഇത്തരം രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വേണം. ചുരുക്കത്തിൽ കലുഷിതമായ വളരെ ഡിസ്റപ്റ്റീവായ ഒരു വേൾഡ് ഓർഡറിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മൾ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനിൽ ചെന്ന് വീഴാതെ, എന്നാൽ അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് ഓരോ കാര്യത്തിനും എടുക്കുന്ന നിലപാട് നമ്മൾ ശക്തമാകുന്നു. ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ വിമർശിക്കേണ്ട ഭാഗത്ത് വിമർശിക്കുന്നുണ്ട്, അതേസമയം ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നമുക്ക് പശ്ചിമേഷ്യയിൽ നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ മാറ്റമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നമ്മളെ തള്ളി പറയാൻ പറ്റത്തില്ല. അതേസമയം പാലസ്തീനുമായിട്ടുള്ള പരമ്പരാഗതമായ ബന്ധങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ലോകത്തുള്ള രാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഭാരതം വളരാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയെ മാറാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എല്ലാവരെയും വേണം. അതേസമയം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയും നമുക്ക് നിലനിർത്തണം. അപ്പോൾ ഇന്ത്യയുടേതായൊരു ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു ഫോറിൻ പോളിസി ഐഡൻറ്റിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ലോകത്ത് നമുക്ക് വെസ്റ്റേൺ വേൾഡും വേണം, അതോടൊപ്പം നോൺ വെസ്റ്റേൺ വേൾഡും വേണം, അതോടൊപ്പം റഷ്യ ഉൾപ്പെടെയുള്ള മേഖലയുള്ള രാജ്യങ്ങളുമായിട്ട്. കാരണം ഇവരുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ബന്ധങ്ങൾ അത് നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ അയൽപക്കം വളരെ കലുഷിതമാണ്. നമ്മളതിനെക്കുറിച്ച് നേരത്തെ തന്നെ ചർച്ച ചെയ്താണ്. സൗത്ത് ഏഷ്യ കലുഷിതമാണ്. നമുക്ക് അതേസമയം സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ട് നല്ല ബന്ധങ്ങൾ വേണം. അവിടുമായിട്ട് വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ദക്ഷിണേഷ്യയും എല്ലാം നമുക്ക് ആവശ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ നിർഭാഗ്യവശാൽ സൗത്ത് ഏഷ്യ വളരെ കലുഷിതമാവുകയും നമ്മുടെ അയൽപക്കം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ആഴുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടിയുള്ള നയങ്ങൾ വേണം സ്വീകരിക്കേണ്ടത്. അത്തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ ബംഗ്ലാദേശിൻ്റെ പ്രശ്നത്തിൽ പോലും ഇന്ത്യൻ പാർലമെൻറ്റ് ഒറ്റക്കെട്ടായി നിന്നതും
നമ്മുടെ വിദേശ നയത്തിനകത്ത് ചില സമവായങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്.